നമ്മോടൊപ്പം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് മൈൻ ഹാജി കൂടി ചേരുകയാണ്. ശ്രീ മൈൻ ഹാജി, ഇ അഹമ്മദുമായി ഒരുപാട് സഞ്ചരിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ഫയൽ വിഷ്വൽസിൽ പോലും താങ്കൾ ഉണ്ട് ഇ അഹമ്മദിനൊപ്പം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇ അഹമ്മദിനെ എങ്ങനെയാണ് അനുസ്മരിക്കുക? സാഹിബിന് നീണ്ട 35 കൊല്ലത്തെ വളരെ അടുത്ത ബന്ധമായിരുന്നു അഹമ്മദ് സാഹിബായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ നിഴൽ പോലെ പിന്തുടർന്നിരുന്ന ഒരു സഹപ്രവർത്തകനെന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയും അടുപ്പത്തിലായിരുന്നു അദ്ദേഹത്തിന്. എന്നോട് സ്വന്തം മക്കളെ പോലെയുള്ള ഒരു അടുത്ത ബന്ധമുണ്ട്, ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും അഹമ്മദ് സാഹിബിൽ ഞാൻ കണ്ട ഒരു പൊതുപ്രവർത്തകൻ, താൻ ഇടപെടുന്ന, താൻ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന് ആ വിഷയത്തിൽ അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥമായ താല്പര്യം. ഒരു സാധാരണക്കാരൻ്റെ ഒരു വിഷയവുമായി വന്നാൽ നടക്കാത്ത കാര്യമാണെങ്കിൽ അദ്ദേഹം നേർക്കുനേരെ അത് നടക്കൂല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. ഏതെങ്കിലും ഒരു സാധ്യത നടന്നു കിട്ടാനുണ്ടെങ്കിൽ അതിന്റെ അങ്ങേയറ്റം അതിന്റെ പിന്നാലെ അഹമ്മദ് സാഹിബ് ആത്മാർത്ഥമായി ശ്രമിച്ച് അത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു അസാധാരണമായ പൊതുപ്രവർത്തകനെ അഹമ്മദ് സാഹിബിൽ പലപ്പോഴും കാണാൻ സാധിക്കും. അതിലപ്പുറം അഹമ്മദ് സാഹിബിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു വല്ലാത്തൊരു പ്രത്യേകത, അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായി. രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ ഭദ്രതയും അതിൽ ഇത്രയേറെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രത്യേകത ഏത് സമയത്തും ഏത് വാക്കുകളിലും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. കൂട്ടത്തിൽ നമ്മുടെ ബഹുസ്വരതയും നമ്മുടെ മതേതരവും സൗഹൃദവും ഒക്കെ നിലനിർത്തി കാണാൻ അദ്ദേഹം ഓരോ ശ്വാസത്തിലും അതിനു വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ശ്രീ മൈൻ ഹാജി വലിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിത്വം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകാൻ ഇന്ദിരാഗാന്ധി തന്നെ സെലക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി. ഇത്രയേറെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരു സമഗ്രമായ വ്യക്തിത്വം. മുസ്ലിം ലീഗിൻ്റേത് എന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ അഭിമാനപരമായ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിനിധീകരിക്കാവുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിനിടെ, ബജറ്റ് സമ്മേളനത്തിനിടെ പാർലമെന്റ് ഹാളിനുള്ളിൽ കുഴഞ്ഞു വീണിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരുപാട് നാടകീയമായ മുഹൂർത്തങ്ങളും അനാദരവുമാണ് അദ്ദേഹത്തോട് കാട്ടിയത്. രാഹുൽ ഗാന്ധിയും ഒക്കെ ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷനും അതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ബന്ധുക്കളും മക്കളും മരുമകനും അടക്കമുള്ളവർ ഇതേ സംബന്ധിച്ച് ആ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു. അതിനെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? തീർച്ചയായും ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ന് മാത്രമല്ല, അതിനെ വിവരിക്കാൻ ഇത്ര മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി വേറെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത്യ ഇത്രയധികം സ്നേഹിക്കുകയും ഇന്ത്യൻ പാർലമെന്റില് രാജ്യത്തിന് വേണ്ടി, കക്ഷി രാഷ്ട്രീയമല്ല ഈ അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, വാജ്പേയി ആണ് ആദ്യത്തെ BJP പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തെ. അദ്ദേഹം രാജ്യം ഭരിച്ച 6 കൊല്ലത്തിൽ 7 തവണ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ UN അസംബ്ലിയിലേക്ക് പറഞ്ഞയച്ച വ്യക്തിത്വമാണ് ഇ അഹമ്മദ്. ആ ഇ അഹമ്മദ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഒരു ജയിൽ പുള്ളിയെ ആശുപത്രിയിൽ കിടത്തിയാലുള്ളത് പോലെയുള്ള സമീപനമാണ് അഹമ്മദിനോടും അഹമ്മദിന്റെ കുടുംബങ്ങളോടും രാജ്യത്തെ ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് ആശുപത്രി അധികൃതർ കാണിച്ചത്. അത് തുല്യതയില്ലാത്ത മനുഷ്യത്വരഹിതമായ ക്രൂരതയായിട്ടാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ രാജ്യത്തെ സ്നേഹിക്കുകയും അഹമ്മദിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്നലെ ആ സംഭവത്തിന്റെ തുടക്കം മുതൽ ആ നാടകീയതയുടെ അവസാനം വരെ ഓരോ നിമിഷവും ആശങ്കയിലെ മുഴുവനയിലായിരുന്നു. അത് ഇന്ത്യ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയ ഒരു വലിയ ദുരന്തമായി ഞാൻ കാണുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ മരുമകൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഫേമസ് ആയ ഒരു നെഫ്രോളജിസ്റ്റ് ആണ് എന്നാണ് തോന്നുന്നത്.
അങ്ങനെ ഡോക്ടറായ അദ്ദേഹത്തിന്റെ മരുമകൻ പോലും ഈ അടിയന്തര ഘട്ടത്തിൽ അദ്ദേഹത്തിന് നൽകേണ്ട ചില ചികിത്സയുടെ അഭാവമുണ്ടോ എന്ന തരത്തിലേക്കുള്ള സൂചനകളൊക്കെ അവിടെ വന്നതായിട്ടാണ് വാർത്തകൾ. മരുമകനുമായി മൈൻ ഹാജി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതേ സംബന്ധിച്ച് ചികിത്സ ഇത്തരത്തിലൊരു അനാദരവ് കാട്ടിയെങ്കിൽ ആ അന്ത്യനിമിഷത്തിൽ നൽകേണ്ട അടിയന്തര ചികിത്സകൾ ഒരുപക്ഷെ അതിൽ അഭാവം വരുത്തിയിട്ടുണ്ടാകാം. ആ രീതിയിൽ പരിഭവം ബന്ധുക്കൾക്കുണ്ടോ? അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ മൈൻ ഹാജി? അദ്ദേഹത്തിന്റെ മകളും മരുമകനും മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളുകളാണ്. അതിനപ്പുറം മരുമകൻ എന്ന് പറയുന്ന ബാബു ഷർഷാദ് ഏഷ്യയിലെ തന്നെ നമ്പർ 1 നെഫ്രോളജിസ്റ്റാണ്. അമേരിക്ക പോലും ബാബു ഷർഷാദിന്റെ സേവനം അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടാതെ വർഷങ്ങളോളം അദ്ദേഹം നാട്ടിലേക്ക് പോരാൻ ശ്രമിച്ചിട്ടും വർഷങ്ങളോളം അവിടെ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ പിടിച്ചു നിർത്തിയ ഒരു വലിയ നെഫ്രോളജിസ്റ്റാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല നെഫ്രോളജിസ്റ്റാണ്. പല വലിയ പ്രതിസന്ധി ഉള്ള കേസുകൾ പോലും ഇന്ത്യ രാജ്യത്തെ പല പ്രമുഖ ഡോക്ടേഴ്സും ബാബു ഷർഷാദുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സിക്കുന്ന ഒരവസ്ഥയുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ആ മകൾക്കും മരുമക്കൾക്കും എത്ര വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിലും അവരെ ഒന്ന് കാണാൻ പോലും അവസരം നൽകിയില്ല എന്നതിന്റെ ഗൗരവം. വേണ്ടത്ര ചികിത്സ ഈ മഹാമനുഷ്യന് ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാവുകയില്ല. തീർച്ചയായും അതിന് ഒരു സംശയവുമില്ല. വേണ്ടത്ര ശ്രദ്ധ കെയർ അവർ കൊടുത്തിട്ടില്ല, അവര് വേണ്ടത്ര ചികിത്സ നൽകിയിട്ടില്ല. അവരടുത്ത് എന്തോ പാകപ്പിഴവ് അവർക്ക് സംഭവിച്ചു. അതിന്റെ കുറ്റബോധത്തിലാണ് അവര് ഇത്രയും ക്രൂരമായ സമീപനം സ്വന്തം മക്കളോട്, ഡോക്ടേഴ്സായ മക്കളോട്. ആ ഹോസ്പിറ്റലിൽ നിലവിലുള്ളതിനേക്കാൾ ഏറെ യോഗ്യതയും പ്രസിദ്ധിയും കൈപുണ്യവും ഒക്കെയുള്ള ബാബു ഷർഷാദ് എന്ന സ്വന്തം മകളുടെ ഭർത്താവിനോട് കാണിച്ചത് ക്രൂരത എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അതിനപ്പുറത്തേക്ക് എന്ത് വാക്കാണ് പറയാൻ സാധിക്കുക എന്ന് ഇന്നത്തെ എന്റെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ലീഗുകാരൻ രണ്ടാമതേ ആകുന്നുള്ളൂ ഈ ഘട്ടത്തിൽ. ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അങ്ങനെയാണ് ഈ അഹമ്മദ് സാഹിബിനെ ഒരുപക്ഷെ വിലയിരുത്തപ്പെടേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ ശ്രീ മൈൻ ഹാജി, പാണക്കാട് ഹൈദരലി തങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ലീഗ് ഔദ്യോഗികമായി അറിയിക്കേണ്ടതില്ലേ? അത് ഞങ്ങളുടെ പ്രമുഖരായ നേതാക്കൾ ആ സ്പോട്ടിൽ ആ നിമിഷം മുതൽ ഇവരിത് പ്രഖ്യാപിക്കുന്നത് വരെ ജനാധിപത്യ ശക്തികളുമായി കൈകോർത്ത് കേരളത്തിലെ മുഴുവൻ MP-മാരും രാഷ്ട്രീയ ലീഡേഴ്സും കേരളത്തിന്റെ നേതാക്കളും ഒക്കെയായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിച്ചത് അതിന് കാത്തു നിൽക്കാതെ ആ വ്യക്തിത്വത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതിൽ ഒരു വീഴ്ചയും ലീഗ് നേതൃത്വമോ അതല്ലെങ്കിൽ കേരളത്തിലെ ഇടതാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹവും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കണം എന്നതാണ് താങ്കൾ പറഞ്ഞത്. വളരെ നന്ദി ശ്രീ മൈൻ ഹാജി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ഇ അഹമ്മദ് സാഹിബ് അന്തരിച്ചിരിക്കുന്നു. അഹമ്മദ് സാഹിബ് കേരളത്തിലെ ഏറ്റവും സീനിയറായ ജനപ്രതിനിധിയാണ്, നേതാവാണ്, ഒരു സമൂഹത്തിന്റെ ചോദ്യം ചെയ്യാത്ത വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനം കേരളത്തിലെ എല്ലാ ആളുകൾക്കും വളരെ വളരെ മതിപ്പ് ഉളവാക്കിയിട്ടുള്ളതാണ്. കേരളത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായ കാലം മുതൽ ഇങ്ങോട്ട് ഈ സംസ്ഥാനത്തിന്റെ എല്ലാ നല്ല പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും കേരളത്തെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് ഇന്ത്യയും ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും തമ്മിൽ നല്ല ഉറ്റ ബന്ധമുണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹം ആ മേഖലയിൽ ഇന്ത്യക്ക് നല്ല സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പക്വതയോടുകൂടിയ സമീപനം, വളരെ ശാന്തതയോടുകൂടിയ ഒരു സമീപനം, ഇതൊക്കെ എല്ലാവരിലും നല്ല മതിപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം സത്യത്തിൽ എല്ലാവരുടെയും മനസ്സിലെത്തിയത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. രാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ അദ്ദേഹം മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് മക്കളെ പോലും അനുവദിച്ചില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്.
അങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാമോ? ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ ഒരു നിയമസഭ ഒരു പാർലമെന്റ് അംഗത്തിന് ഇങ്ങനെയൊരു ദുഃഖമുണ്ടായി എങ്കിൽ മറ്റുള്ള ആളുകളുടെ കഥ നമ്മൾ ആലോചിക്കാനുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിശ്ചയമായും അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുതായിരുന്നു. പക്ഷെ ഈ ദുഃഖ സാഹചര്യത്തിൽ ഞാൻ അതൊന്നും ആവർത്തിച്ച് കൂടുതൽ വേദനയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ അഹമ്മദ് സാഹിബിനെ കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് ഓർക്കാനുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്റെ ശിരസ് നമിക്കുകയാണ്. ഒപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് സോണിയാഗാന്ധി അർദ്ധരാത്രിയിൽ അവിടെ എത്തിയിരുന്നു, രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരുന്നു, അവരൊക്കെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ ആശുപത്രി അധികൃതരുടെ സമീപനം മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. നിങ്ങളുടെ KPCC അധ്യക്ഷനും അതേ സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു. അത് അനാദരവ് തന്നെയാണ് ഈ അഹമ്മദ് സാഹിബിനോട് കാട്ടിയതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്താകും ഈ അനാദരവിനും പ്രോപ്പറായി ചികിത്സയും നൽകാതിരിക്കാൻ ഇത്രയേറെ പ്രമുഖ വ്യക്തിത്വം? അത് പാർലമെന്റ് ഹാളിലാണ് കൊഴിഞ്ഞു വീണത് സമ്മേളനത്തിനിടെ. അങ്ങനെയാണെങ്കിൽ എന്താകും അതിന്റെ കാരണം? എന്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം, നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. കാരണം നാളെ മറ്റൊരാളിന് ഇത് ഉണ്ടാകാൻ ഇടയാകരുത്. ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ, ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വന്നിട്ട് പോലും ഒരു റിലീഫ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അതും നമ്മളുടെ ഇവിടെ ഭരണസ്ഥിര കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇവർക്കുള്ള കൺട്രോൾ ആർക്കാണ്? ആരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ബഹുജനങ്ങൾ അറിയണം. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ. അത് അവസാനിപ്പിക്കണമെന്ന് വരികിൽ അതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ അഹമ്മദ് സാഹിബിനോടുള്ള വേദനയും അദ്ദേഹത്തിന്റെ മരണത്തോട് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായ സമീപനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത്രയേറെ പ്രമുഖ വ്യക്തിയായാണ് ഈ അഹമ്മദ് എന്ന നിലയ്ക്ക് ഈ സമീപനത്തെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പീപ്പിൾ ടിവിയിലൂടെ മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. മനു, ഒരുപക്ഷെ ഇന്ന് 12 മണി വരെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അറിയാനാകുന്നത്. ഒരുപക്ഷെ അതിന്റെ ക്ലാരിറ്റി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ന് എങ്ങനെയാകും? സാധാരണഗതിയിൽ ഒരു അംഗത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിലാണ്, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ചില കീഴ്വഴക്കങ്ങളൊക്കെ ഇല്ലേ? എന്താണ് ഔദ്യോഗികമായ അറിയിപ്പുകൾ? ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. സാധാരണഗതിയിൽ പാർലമെന്റ് അംഗം അന്തരിച്ചാൽ സ്വാഭാവികമായും അതിൽ ദുഃഖാചരണം രേഖപ്പെടുത്തി സഭ പിരിയാറാണ് പതിവ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ബഡ്ജറ്റ് അവതരണം കൂടി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ അത് സ്വാഭാവികമായി നീട്ടിവെക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമം. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. നീട്ടിവെച്ചേക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാത്തത് സംശയം ഉണർത്തുന്നുണ്ട്. ഇനിയും വരുന്ന സമയങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം നമ്മൾക്ക് നൽകാനാകുകയുള്ളൂ. അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ 8 മണി മുതൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സ്വാഭാവികമായും എല്ലാ MP-മാർക്കും അതോടൊപ്പം മറ്റു കേന്ദ്രമന്ത്രിമാർക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മൃതദേഹം സന്ദർശിക്കുവാനും മറ്റും എത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മറ്റുമായി MP-മാരും മറ്റും എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ സഭ സ്വാഭാവികമായും പിരിയേണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു അറിയിപ്പുകൾ ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. ബഡ്ജറ്റ് അവതരണം സ്വാഭാവികമായ രീതിയിൽ നീട്ടിവെക്കേണ്ടതാണ്. പക്ഷേ അത് സംബന്ധിച്ചും ഇതുവരെ ഒരു സ്ഥിരീകരിക്കുന്ന അറിയിപ്പുകൾ സർക്കാർ നൽകിയിട്ടില്ല. അജിംഷൻ, തീർച്ചയായും അതൊരു പക്ഷേ വരുന്ന നിമിഷങ്ങളിൽ അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സാധാരണഗതിയിലുള്ള ചില കീഴ്വഴക്കങ്ങളുണ്ട്. എങ്ങനെയാണ് ബജറ്റ് സമ്മേളനം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എന്നതൊക്കെ ഔദ്യോഗികമായി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച് ജയിച്ച ഒരു പ്രതിനിധിയാണ് ഈ അഹമ്മദ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്രയേറെ സ്വാധീനം അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഉണ്ടാകും. നിരവധി തവണയായി അദ്ദേഹം അവിടെ ആ ജനതയെ പ്രതിനിധീകരിക്കുന്നത് കൂടിയാണ്. അജിംഷാദ്, ഇ അഹമ്മദ് കണ്ണൂർ സ്വദേശിയാണെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അത്ര വേരോട്ടമില്ലാത്ത കണ്ണൂരിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ തട്ടകം മലപ്പുറമായിരുന്നു. അദ്ദേഹം ഒരേ ഒരു തവണ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അത് 1972 കണ്ണൂരിലാണ്.
അതിനുശേഷം പിന്നീട് മലപ്പുറത്തേക്ക് അദ്ദേഹം എത്തുന്നു. തുടർന്ന് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് 2004-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ലെ 19 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടപ്പോഴും ഇ അഹമ്മദ് മാത്രം വിജയിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,90,000-ൽ പരം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ് ഇ അഹമ്മദ്. പാർട്ടിയിൽ പോലും അദ്ദേഹം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് പോലും ജനങ്ങളുടെ മനസ്സിൽ ഇ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു ജനപ്രീതി മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനകത്ത് മാത്രമല്ല സമുദായത്തിനകത്തും ഇത്ര സ്വാധീനമുള്ള ഒരു നേതാവ് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല. അത് EK വിഭാഗവും കാന്തപുരം വിഭാഗവും മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു നേതാവാണ് ഇ അഹമ്മദ്. സമുദായത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം മധ്യസ്ഥനായി സംസാരിച്ചിരുന്നത് ഇ അഹമ്മദ് ആയിരുന്നു. അതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു മതേതര മുഖം കൂടിയാണ് ഇ അഹമ്മദ്. ഇക്കാലം അത്രയും മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഒടുവിൽ സലഫിസത്തിന്റെ ആരോപണം വന്നപ്പോൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് ഇ അഹമ്മദ്. 25 വർഷക്കാലം തുടർച്ചയായി MP ആയിരുന്നു. 10 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. UPA സർക്കാരിന്റെ കാലത്ത് ഗൾഫ് രാജ്യങ്ങളുമായി, ഒന്നാം UPA സർക്കാരിന്റെ കാലത്തും രണ്ടാം UPA സർക്കാരിന്റെ കാലത്തും എല്ലാം ഗൾഫ് രാജ്യങ്ങളുമായുള്ള പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപരമായ കാര്യങ്ങളിലെല്ലാം മധ്യസ്ഥനായിരുന്ന ഇ അഹമ്മദ് തന്നെയായിരുന്നു. എന്നാൽ മോദി സർക്കാർ വന്നപ്പോഴും ഇത് തന്നെ തുടർന്നു. ഗൾഫ് രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന കാര്യങ്ങളിലെല്ലാം അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു പോന്നിരുന്നു. ലീഗിലും ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടം. താനൂരിൽ നിന്ന് വിജയിച്ച് സംസ്ഥാനത്ത് വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇക്കാലത്താണ് മുസ്ലിം ലീഗിന്റെ അധികാര കേന്ദ്രങ്ങളിലെല്ലാം ഇ അഹമ്മദ് സജീവമായിരുന്നത്. ഇതിനിടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിലുള്ള വരവ് ഉണ്ടാവുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം ET-യെയും MK മുനീറിനെയും എല്ലാം മുൻനിർത്തി പാണക്കാട് കുടുംബത്തെയും എല്ലാം ഒപ്പം നിർത്തി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു നീക്കം മുസ്ലിം ലീഗിനകത്ത് നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. ഇതിനിടെയാണ് 2004-ലെ തെരഞ്ഞെടുപ്പും അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെയോ അതല്ലെങ്കിൽ UDF-ന്റെയോ ഒരു പിന്തുണയുമില്ലാതെ കേന്ദ്ര സർക്കാരിൽ വലിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഗുലാം നബി ആസാദുമായും സോണിയാഗാന്ധിയുമായും എല്ലാം വളരെ അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരുകളിൽ വലിയ പദവികൾ, നല്ല പദവികൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. TM വനാത്തുവാലയുടെ നിര്യാണത്തോടെയാണ് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുന്നത്. സേട്ടു സാഹിബിന്റെ മരണത്തോടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി. മുസ്ലിം ലീഗിന് കനത്ത ഒരു നഷ്ടം തന്നെ ഇ അഹമ്മദിന്റെ വിടവാങ്ങൽ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് വലിയ വിവാദങ്ങളിലൊന്നും അദ്ദേഹം പെട്ടിട്ടില്ലെങ്കിൽ പോലും രണ്ടാം മാറാട് കലാപാനന്തരം മാറാട് ജുമാ മസ്ജിദിൽ അദ്ദേഹം പോലീസിന്റെ വിലക്ക് മറികടന്ന് നിസ്കരിച്ചത് ആ കാലത്ത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. BJP അത് ദേശീയ തലത്തിൽ തന്നെ അതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ടിരുന്നിരുന്നു. എന്നാൽ എന്നിട്ടും BJP സർക്കാർ, പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയും സുഷമ സ്വരാജും അദ്ദേഹത്തെ തന്നെ ഗൾഫിലെ രാജ്യങ്ങളുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥനായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രയും വലിയ ഒരു ജനപ്രീതിയും തന്ത്രങ്ങളുമുള്ള മുസ്ലിം ലീഗിലെ ഏക നേതാവാണ്. മുസ്ലിം ലീഗിന്റെ ഒരു മതേതര മുഖം കൂടിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. മുസ്ലിം ലീഗിലാണെങ്കിൽ ലീഗിനകത്ത് ഇനി PK കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രങ്ങൾക്ക് എതിരില്ലാത്ത ഒരു സാഹചര്യം കൂടി വന്നു ചേർന്നിരിക്കുന്നു. KT സ്വാലിഹ്, ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും സേട്ടു സാഹിബ് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ വിസമ്മതിച്ച ഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധി പിന്നീട് സെലക്ട് ചെയ്തത് ഇ അഹമ്മദിനെ ആയിരുന്നു. അത്രയേറെ പ്രാധാന്യം ഒരുപക്ഷെ ഇ അഹമ്മദിന് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോഴും മോദി സർക്കാരും അദ്ദേഹത്തെ പല കാര്യങ്ങളിലും അത്തരത്തിൽ ഇടനിലനിർത്തിയത്. 1984 ഇന്ദിരാഗാന്ധി ഗൾഫിൽ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള എണ്ണയുടെ കണ്ടുപിടുത്തവും മറ്റും വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു കാലത്ത് 1984 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ദൂതനായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നത് ഇ അഹമ്മദിനെയായിരുന്നു.
10 തവണ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത് നിതാക്കാത്ത പ്രശ്നം വന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ കഴിവുകളും രാജ്യം ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുമായുള്ള ബന്ധം, സൗദി അറേബ്യയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമൊക്കെ വളരെ ആഴത്തിലുള്ളതാണ്. തീർച്ചയായും സ്വാലിഹ് എത്താം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ കെ വി തോമസ് കൂടി ചേരുകയാണ്. ശ്രീ കെ വി തോമസ്, എങ്ങനെയാണ് ഓർക്കാനാകുന്നത് ഈ അഹമ്മദിനെ? ശ്രീ കെ വി തോമസ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് എം എസ് സാഹിബ് കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിനകത്ത് നിരന്തരമായി ശക്തമായി പ്രവർത്തിച്ചിരുന്നതാണ്. പാർലമെന്റിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കും അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ കണ്ടത്. കേരളത്തിന്റെ വ്യവസായ മന്ത്രി, ദീർഘകാലം പാർലമെന്റ് അംഗം, വിദേശകാര്യമന്ത്രി, ഇങ്ങനെ വിവിധ തലങ്ങളിൽ കരുത്തുള്ള ഒരു സംഭാവനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പാർലമെന്റിൽ വളരെ സജീവമായിരുന്നു. അദ്ദേഹം ഒരു ദേശീയ താല്പര്യമുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സന്ദർഭത്തിൽ തന്നെ പൊതുസമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സജീവമായി. അദ്ദേഹത്തിന്റെ നിര്യാണം രാജ്യത്തിനും കേരളത്തിനും വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം രേഖ. ശ്രീ കെ വി തോമസ്, ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം നടക്കുന്നു, ബജറ്റ് സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വേണ്ടവണ്ണമുള്ള ചികിത്സ നൽകുന്നതിലെ വിഷയത്തിലുള്ള ആശങ്കകളുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പോലും കാണിക്കാത്തൊരവസ്ഥയുണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അർദ്ധരാത്രിയിൽ ആശുപത്രിയിൽ നേരിട്ടെത്തി ഇതേ സംബന്ധിച്ച് പറയുകയൊക്കെ ചെയ്തു. താങ്കൾ ഒരുപക്ഷെ ഇതൊക്കെ നേരിട്ട് കണ്ട ആൾ കൂടിയായിരിക്കും. അദ്ദേഹത്തെ സെൻട്രൽ ഹാളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും, ഞാനും ഉണ്ട്. അത് കഴിഞ്ഞ് ആശുപത്രി, ജാറമൽ ആശുപത്രി കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാം ഉണ്ട്. രാഹുൽ ഗാന്ധി ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി വേണ്ട വിധത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കോൺട്രവേഴ്സിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഏതായാലും എം സാഹിബിനെ പോലെ സീനിയറായ ഒരു പാർലമെന്റ് അംഗത്തിന് ഇത്തരമൊരു ദുരന്തം വന്നപ്പോൾ വേണ്ട വിധത്തിലുള്ള പ്രതികരണം ഗവൺമെന്റ് ഉണ്ടായിട്ടെന്ന് മാത്രമല്ല, ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇതൊക്കെ ഇന്ന് പറയേണ്ട ഒരു കാര്യമല്ലെങ്കിലും ഗവൺമെന്റ് ചില സന്ദർഭത്തിൽ അമിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കാണിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. ഇന്ന് ബഡ്ജറ്റ് വരേണ്ട ദിവസമാണ്. അപ്പോ അതുകൊണ്ട് സ്വാഭാവിക അംഗം മരിച്ചാൽ അന്നത്തെ ദിവസം പാർലമെന്റ് ഉണ്ടാവാറില്ല, മാറ്റിവെക്കും. അതൊക്കെയാണോ ഗവൺമെന്റ് മുമ്പിലുള്ള പ്രശ്നമെന്ന് അറിയിട്ട്. കാരണം സ്വാഭാവികമായി ഇന്നൊരു ഹോളിഡേ കൊടുക്കേണ്ട ദിവസമാണ്. ആദരവായി മരിച്ച മെമ്പറോട്ടുള്ള ആദരവായി ജീവിച്ചിരിക്കുന്ന മെമ്പറാണ്. ഇതിലൊക്കെ എന്താ ഗവൺമെന്റ് സമീപനമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും. അല്ല ശ്രീ കെ വി തോമസ്, ഇതേ സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം KPCC അധ്യക്ഷനും പ്രതികരിച്ചു. തിരുവഞ്ചൂർ അന്വേഷണം നടത്തണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അംഗം ഇത്രയും ഗൗരവമായ കാര്യമുണ്ടായിട്ട് ഇന്നും അതിന്റെ സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ ചെല്ലുന്ന സന്ദർഭത്തിൽ ആശുപത്രിയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത് അദ്ദേഹം ഈസ് നോ മോർ എന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തെ തീവ്രപ്രചരണ ഭാഗത്തേക്ക് മാറ്റിയെന്നും അത് PMOയിൽ നിന്ന് ഇടപെട്ടെന്നും ഒക്കെയുള്ള ഒരു വാർത്തകൾ അവിടെ ഉണ്ട്. ദുരൂഹതകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ശ്രീ കെ വി തോമസ്, സാധാരണഗതിയിൽ ഒരു അംഗത്തിന് ഇങ്ങനെ സംഭവിച്ചാൽ, അത് നാട്ടിൽ വെച്ച് സംഭവിച്ചാൽ പോലും സാധാരണഗതിയിൽ പിന്നീട് അതിന്റെ ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്, നിർത്തിവെക്കാറുണ്ട്. പക്ഷേ ഇത് സമ്മേളനം നടക്കുന്ന ഇടയിലാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടതല്ലേ കീഴ്വഴക്കം? എങ്ങനെയാകും അതിനെക്കുറിച്ച്? കീഴ്വഴക്കം ഒരു അംഗം മരിച്ചാൽ, സഭയിൽ അംഗമായ ഒരാള്
സഭ മരിച്ചാൽ സഭയെ നിർത്തിവെക്കണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ഇത്രയും കാലമുള്ള പ്രൊസീഡിങ്സ്. ഇപ്പോൾ സഭ ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഇപ്പോഴും ആദ്യത്തെ ദിവസം തന്നെ ഈ കാര്യം പറഞ്ഞ് സഭ നിർത്തിവെക്കും. ഇപ്പോൾ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതും സെൻട്രൽ ഹാളിൽ എല്ലാവരും മാത്രം അദ്ദേഹം കുഴഞ്ഞു വീണു എന്ന വിവരം അപ്പം തന്നെ സെക്രട്ടറി ജനറലൊക്കെ എല്ലാവരും അറിയിച്ചിരുന്നു. പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെല്ലാവർക്കും കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോയി അന്വേഷിച്ചത്. അപ്പൊ ഞങ്ങളുടെ ജന്മുമ്പോ കിട്ടുന്നത് ഹീസ് നോ മോർ എന്നാണ്. പക്ഷെ പിന്നീടാണ് PMOയിനൊക്കെ ഇടപെട്ടു. ഇത് ഇന്നത്തെ പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മരണം പുറത്തറിയിക്കേണ്ട എന്നൊരു സമീപനം ഗവൺമെന്റ് എടുത്തു എന്നൊക്കെ പരാതി വന്നു. ഏതായാലും EM സാഹിബിനെ പോലെ ഒരു സീനിയർ അംഗം അദ്ദേഹത്തോട് ഒരു അപമര്യാദ കാണിച്ചു എന്നൊരു പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണിച്ചില്ല എന്ന്. അതിനേക്കാൾ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഇപ്പൊ എവിടെയോ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ ചീപ്പ് പ്ലേ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്തുകൂടാ. കാരണം ഇപ്പൊ ബഡ്ജറ്റ് ഒരു ദിവസം മാറ്റി വെച്ചത് കൊണ്ട് ഇപ്പൊ നാളെ ബഡ്ജറ്റ് എടുത്തതിന് കുഴപ്പമൊന്നും ഉണ്ടാകുന്ന കാര്യമില്ല. അപ്പൊ അതുപോലെ ഇന്നലെ എക്കണോമിക് റിവ്യൂ വന്നു കഴിഞ്ഞു. ഒരു ദിവസം മാറ്റുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ബഡ്ജറ്റ് പ്രസന്റേഷൻ സാധാരണ ഉണ്ടാകാറില്ല. ഏതായാലും നമുക്ക് ഇത് ദുഃഖകരമായ സന്ദർഭത്തിൽ സത്യത്തിൽ ഒരുവിധം ഒരു രാഷ്ട്രീയമായി ഇത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗൗരവതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് പൊതുവെ ഡൽഹിയിലെ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും തോന്നുന്നത്. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് അനുശോചിക്കുകയായിരുന്നു ശ്രീ KV തോമസ്. ഒപ്പം അദ്ദേഹം ഈ സന്ദർഭങ്ങളിൽ അവിടെ സാക്ഷിയായി ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. അഹമ്മദിനെ കുഴഞ്ഞു വീണ് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം അടുത്തുണ്ടായിരുന്നു. ഒപ്പം അതിനുശേഷം ആശുപത്രിയിലേക്ക് അന്വേഷണത്തിൽ ഹീസ് നോ മോർ എന്ന വിവരമാണ് ആദ്യം ആശുപത്രി അധികൃതർ നൽകിയത്. പിന്നീട് വെന്റിലേറ്ററിലേക്ക് കടത്തിയെന്നുള്ള വിവരം നൽകുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകൾ ആ വിഷയത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള ഈ ഒരു പെരുമാറ്റം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് വളരെ മോശമായി സമീപനം തന്നെയാണെന്നാണ് KV തോമസും പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സമ്പത്ത് MP കൂടി ചേരുന്നു. ശ്രീ സമ്പത്ത് MP, ഒരുപക്ഷേ അഹമ്മദ് വളരെ ഓർക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. വിവിധ ഘട്ടങ്ങളിൽ നമ്മളെ പ്രതിനിധീകരിച്ച്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശങ്ങളിൽ പോയിട്ടുള്ള ആൾ, ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ പല ഇടപാടുകൾക്കും മധ്യസ്ഥ വഹിച്ച വ്യക്തി, ഈ രീതിയിലൊക്കെ അനുസ്മരിക്കപ്പെടേണ്ട വ്യക്തിയല്ലേ അഹമ്മദ്? ഞാൻ അഹമ്മദ് സാഹിബിന്റെ നിര്യാണത്തിൽ അങ്ങേയറ്റം ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഹമ്മദ് സാഹിബ് എന്റെ പിതാവ് സഖാവ് അനിരുദ്ധനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അവർ രണ്ടുപേരും നിയമസഭയിൽ ഒരേ കാലത്ത് ഉണ്ടായിരുന്നവരാണ്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഭവനത്തിൽ ഒന്നിലേറെ തവണ ആ സമയത്ത് അദ്ദേഹം വരികയും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ അറിയുന്ന പോലെ സ്മരണ. പിന്നീട് 1996 11ാം ലോക്സഭയിൽ ഞാൻ അംഗമായി വരുമ്പോൾ അഹമ്മദ് സാഹിബ് അന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ അംഗമാണ്. പിന്നീട് വീണ്ടും അദ്ദേഹവുമായി വേദി പങ്കിടുന്നത് 15ാം ലോക്സഭയിലും 16ാം ലോക്സഭയിലും പാർലമെന്റ് അംഗങ്ങളായിട്ടാണ്. അദ്ദേഹം കേരളത്തിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ പലപ്പോഴും എന്നെപ്പോലുള്ള പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗങ്ങളോട് ഒരു ഗുരുനാഥനെ പോലെ, ഒരു വഴികാട്ടിയെ പോലെ, ഒരു ഉപദേശിയായി പലപ്പോഴും അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, വളരെ പ്രത്യേകിച്ച് പറയേണ്ടത് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലും വളരെ സൗഹൃദപരമായ അന്തരീക്ഷം അവിടുത്തെ ഭരണാധികാരികളുമായി, അതൊരു വ്യക്തിബന്ധം തന്നെ ആ വിധത്തിൽ നേടിയെടുക്കുന്നതിനുമെല്ലാം അഹമ്മദ് സാഹിബ്, അത് കേന്ദ്രത്തിലെ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലി അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള അടുപ്പത്തെ പറ്റി പറയുമ്പോൾ തന്നെ വളരെ കടപ്പാടുള്ള ഒരു സന്ദർഭം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സൗദി അറേബ്യയിലേക്ക് എൻ്റെ
പാർട്ടി CPIM അവിടുത്തെ ചില മലയാളികളുടെ സാംസ്കാരിക പരിപാടികളായി തീരുമാനിച്ച് എന്നെ അയക്കുമ്പോൾ എന്നോടൊപ്പം എൻ്റെ കുടുംബം, ഭാര്യയും പുത്രിയും മകനും അവർ എന്നോടൊപ്പം വരുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സൗദി അറേബ്യയിലേക്ക് വനിതകൾക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പോകുന്നതിന് ചില നിയന്ത്രണങ്ങളെല്ലാം അവരങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വിസ, അത് ഡിപ്ലോമാറ്റിക് വിസ ആ വിധത്തിൽ ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ എന്റെ പുത്രിക്ക് വരുന്നതിന് ഒരു ചെറിയ തടസ്സം നേരിടുന്ന വേളയിൽ അഹമ്മദ് സാഹിബ് നേരിട്ടിടപെട്ടിട്ടാണ് സൗദി അറേബ്യൻ എംബസി ആ വിധത്തിൽ എനിക്ക് സകുടുംബം 10 ദിവസത്തിലേറെ അങ്ങനെ ജദ്ദയിലും റിയാദിലും ദമാമിലുമെല്ലാം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി ലഭ്യമായത്. അങ്ങനെ പോകുന്ന വേളയിലാണ് ആദ്യമായി ജദ്ദയിലെ ജയിൽ, ഡീപ്പോർട്ടേഷൻ സെന്റർ ഞാൻ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്നലെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ സാറും CPIM-ന്റെ ലോക്സഭാ നേതാവ് സഖാവ് P കരുണാകരനും സഖാവ് PK ശ്രീമതിയും ഞാനുമെല്ലാം, സഖാവ് PK ബിജു, അതുപോലെ തന്നെ ജോയ്സ് ജോർജ്, ഇന്നസെന്റ് MP, കേരളത്തിൽ നിന്നുള്ള മറ്റ് MP-മാര്, LDF UDF MP-മാരെല്ലാം, പല നേതാക്കന്മാരും ഒക്കെ പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് പോവുകയുണ്ടായി. ഞങ്ങള് അവിടെ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. രാഷ്ട്രപതിയുടെ പ്രസംഗവേളയിലാണ്, പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്, അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അഹമ്മദ് സാഹിബ് അവിടെ കുഴഞ്ഞു വീഴാനിടയായത്. തൊട്ട് തലേ ദിവസം സ്പീക്കർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ, അത് രാത്രി 8 മണിക്ക് ശേഷവും അദ്ദേഹം ആ പാർലമെന്റ് അംഗങ്ങളുടെ ഒരു യോഗം, നേതാക്കന്മാരുടെ യോഗം വിളിച്ചതിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി എന്ന് സഖാവ് P കരുണാകരൻ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്ര തൃപ്തികരമായി സഖാവ് കരുണാകരന് തോന്നിയിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു അത്രേ, എന്തിനാണ് അഹമ്മദ് സാഹിബ് നിങ്ങൾ ഇപ്പോ ഈ ഒരു യോഗത്തിന് ഈ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ ഇങ്ങനെ വന്നത്? ഇത് കുഴപ്പമില്ല കരുണാകരൻ എന്ന അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് അത്ര അദ്ദേഹം മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം വളരെയധികം വേദനാജനകമാണ്. പ്രത്യേകിച്ചും പാർലമെന്റിൽ ഞങ്ങൾ കേരളീയരായിട്ടുള്ളവർ പല പാർട്ടികളിൽപ്പെട്ടവരൊക്കെ ആണെങ്കിലും അടുത്തടുത്ത മുമ്പിലും പുറകിലും അടുത്തുമൊക്കെയായി ഇരിക്കുന്നവരാണ്. കാരണം അവരുടെ ഒരു ഗുരുനാഥന്റെ അഭാവം എന്നെ പോലുള്ള പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് അത് ഒരു നികത്താനാവാത്ത വിടവ് തന്നെയാണ്. ശ്രീ സമ്പത്ത് എം പി, ഈ വേദനാജനകമായ ഘട്ടത്തിൽ പോലും താങ്കൾക്ക് വ്യക്തിപരമായി കൂടി ആ ബന്ധം ഉള്ളത് കൊണ്ടുകൂടി, പക്ഷേ എന്നാലും അദ്ദേഹത്തോട് ആശുപത്രി അധികൃതരൊക്കെ കാട്ടിയ ചില അനാദരവിനെ സംബന്ധിച്ച് പൊതുവെ വലിയ രീതിയിലെ പ്രതിഷേധവും ചർച്ചയുമാകുന്നുണ്ട് കേന്ദ്രത്തിലും എവിടെയും ഒക്കെ. ഞാൻ അഹമ്മദ് സാഹിബിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് വെച്ചുകൊണ്ട് പറയട്ടെ, വാസ്തവത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഔദ്യോഗികമായി ഇപ്പോൾ പറഞ്ഞു എന്നുള്ളത് ശരി. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നോ അഹമ്മദ് സാഹിബിനോട്, ഒരു മുതിർന്ന പാർലമെന്റ് അംഗത്തോട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം അത് വളരെ പ്രസക്തമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഈ ഒരു വേളയിൽ അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിശ്ചയമായി ഞാനത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ സമ്പത്ത് എം പി. വലിയ വ്യക്തിത്വമായിരുന്നു ഈ അഹമ്മദ് എന്ന് വ്യക്തിപരമായി പോലും സാഹോദര്യ ബന്ധം വലിയ രീതിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ അഹമ്മദ് എന്നും സമ്പത്ത് എം പി അനുശോചിച്ചു. ഒപ്പം അദ്ദേഹത്തോട് കാട്ടിയ അനാദരവ്, ഇങ്ങനെയാണോ ഒരു മുതിർന്ന വ്യക്തിയോട്, മുതിർന്ന പാർലമെന്റ് അംഗത്തോട് പെരുമാറേണ്ടിയിരുന്നത് എന്ന വീണ്ടും വിചാരം സർക്കാർ വിചാരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പ്രതിഷേധമായി ഈ ഘട്ടത്തിൽ അറിയിച്ചു.